അപ്പോൾ ഇന്നുണ്ടല്ലോ ഇന്ന് മോർണിംഗിലെ കുറച്ച് പരിപാടികൾ കാണിക്കാമെന്ന് കരുതി രാവിലെ ഭയങ്കര തിരക്കിട്ട് ഓരോ പണികൾ ചെയ്യുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് വീഡിയോ കൂടെ എടുത്തത്. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ആദ്യമേ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചപ്പാത്തിയും മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. അങ്ങനെ പെട്ടെന്ന് തന്നെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് കുക്കറിനകത്ത് തന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണേ. ആ മുട്ട നമ്മൾ കുക്കറിനകത്ത് ഒരു വിസിലടിച്ച് വേവിച്ച് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മുടെ കുക്കറിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകെല്ലാം പൊട്ടിച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് തക്കാളിയും കൂടിയിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ച് അതിനെ അടച്ചു വെക്കുക. അടച്ചു വെക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിക്കറി അവിടെ നിന്ന് ആയിക്കോളും. ഈ സമയത്ത് നമ്മൾ ചിക്കൻ നന്നായിട്ട് ചൂടാക്കുന്നുണ്ട്. ഇന്നലെ ഉണ്ടാക്കി വെച്ച ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് നന്നായിട്ട് ചൂടാക്കി ഈശാന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചിക്കൻ കറി അങ്ങനെ തിളപ്പിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് റൈസ് ഉണ്ടാക്കാൻ കരുതി ഈശാനെന്ന് റൈസും ചിക്കനാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ റൈസിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബിരിയാണി അരി ഞാനെടുത്ത്, ബാസ്മതി അരിയല്ല, നമ്മുടെ ജീരക അരി പോലുള്ള ബിരിയാണി അരിയുണ്ട്. അതാണെങ്കിൽ ഞാൻ ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മുടെ മസാല കൂട്ടുകളെല്ലാം കൂടി ഇട്ടു. പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി. അതിനുശേഷം എൻ്റെ ബിരിയാണി ഇല ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ ഒരെണ്ണം കീറിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം സവാള, ക്യാരറ്റ് ഇത് രണ്ടും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി അതിനകത്തോട്ടിട്ട് നന്നായിട്ട് വഴറ്റി അതിനകത്തോട്ട് നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിനകത്തോട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കണം. ഫ്രൈ ആക്കുമ്പോൾ നമ്മുടെ അരി ഒരുപാട് പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ആക്കുന്നത്. അപ്പം നമ്മുടെ ഈ സവാള, ക്യാരറ്റ് മിക്സിലൂടെ കുറച്ച് ഉപ്പും കൂടി ഇടണം. ഉപ്പ് നമ്മുടെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ചായിരിക്കുമല്ലോ നമ്മൾ ഉപ്പിടുന്നത്. അപ്പം ഇത് ഏകദേശം നമ്മുടെ ഈ സവാളയും ക്യാരറ്റും എല്ലാം കൂടെ ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേനും നമുക്കിനിയിപ്പോൾ അരി കുതിർത്ത് വെച്ച് അത് എടുത്തിടാം. കുറച്ച് അരി ആയിട്ടുള്ളൂ ഈശാൻകുട്ടിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അരിയൊക്കെ ഇട്ടു. ഇനി നന്നായിട്ട് അതിനെ ജസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് ഞാൻ ഇതിനൊരു 3 വിസിലാണ് കേട്ടോ ഈ അരിക്ക് അടിച്ചിരിക്കുന്നത്. 3 വിസിലടിച്ചപ്പോഴാണ് ഇത് കറക്റ്റ് വേവിൽ വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റൈസായിരുന്നു കേട്ടോ. ഭയങ്കര നല്ല ടേസ്റ്റുമാണ്. ടേസ്റ്റിലൊന്നും ഒരു പ്രശ്നവുമില്ല. നല്ല അടിപൊളി ടേസ്റ്റുമായിരുന്നു. അങ്ങനെ അതെല്ലാം ഇവിടെ നമ്മുടെ കുക്കറിനകത്ത് വെച്ചു. അതെല്ലാം അടച്ചു വെച്ചു. അതിന് അടുത്തത് എന്താ വെച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കാൻ നേരം നമ്മൾ ചിക്കൻ കറിയായി. ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ നേരം പാക്കറ്റ് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. രാവിലെ അല്ലാതെ പരത്തി ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കി മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ ഉള്ളിക്കറി മൊത്തത്തിൽ മിക്സ് ചെയ്യണം. ഉള്ളിക്കറിനപ്പം മസാല ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ഇനി അതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ സൂപ്പർ. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റൈസ് സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ ഒറ്റ ഇട്ട് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് മുട്ടക്കറിയുടെ ബാക്കി മസാല എല്ലാം കൂടെ മിക്സ് ചെയ്യാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.